ഇംഗ്ലീഷിൽ സംസാരിക്കുമ്പോൾ നമുക്ക് പലപ്പോഴും ആവശ്യമുള്ള ഒരു വാക്യമാണ് എനിക്ക് ഒരു കാര്യം ചെയ്യണം അല്ലെങ്കിൽ ചെയ്യേണ്ടതുണ്ട് എന്നത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ എനിക്ക് പോകണം, എനിക്ക് പോകേണ്ടതുണ്ട്, വേണം അല്ലെങ്കിൽ വേണ്ടതുണ്ട് എന്ന് പറയാൻ ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന ഒരു രീതിയാണ് ഹാവ് ടു അല്ലെങ്കിൽ ഹാസ് ടു. ഇപ്പോൾ ബഹുവചന നാമങ്ങളോട് ഹാവ് ടു ഉപയോഗിക്കും, ഐ വി യു ദേ ഇവയോട് ഹാവ് ടു ഉപയോഗിക്കും. ഹി ഷീ ഇറ്റ് മറ്റേതെങ്കിലും ഏകവചന നാമമാണ് സബ്ജക്റ്റായിട്ട് വരുന്നതെങ്കിൽ ഹാസ് ടു ഉപയോഗിക്കും. ഹാവ് ടു അല്ലെങ്കിൽ ഹാസ് ടു എന്ന് പറഞ്ഞാൽ വേണം അല്ലെങ്കിൽ വേണ്ടതുണ്ട്. അപ്പോൾ എനിക്ക് പോകണം, എനിക്ക് പോകേണ്ടതുണ്ടെന്ന് പറയാൻ ഐ ഹാവ് ടു ഗോ എന്ന് പറയണം. അവന് പോകണം അല്ലെങ്കിൽ അവന് പോകേണ്ടതുണ്ട് എന്ന് പറയാൻ ഹി ഹാസ് ടു ഗോ എന്ന് പറയാം. അല്ല, അവൾക്ക് പോകണം, ഷീ ഹാസ് ടു ഗോ. എനിക്ക് പഠിക്കണം, ഐ ഹാവ് ടു സ്റ്റഡി. എനിക്ക് കളിക്കണം, ഐ ഹാവ് ടു പ്ലേ. നമുക്ക് ഓടണം, വി ഹാവ് ടു റൺ. അവൾക്ക് ഉറങ്ങണം, ഷീ ഹാസ് ടു സ്ലീപ്പ്. ഇത്തരത്തിൽ വേണം, വേണ്ടതുണ്ട് എന്ന് ഹിന്ദിയിൽ പറയുന്നതിന് ഒരു പ്രത്യേക രീതിയുണ്ട്. ക്രിയയോട് ന ചേർത്തിട്ട് ഹേ കൂടെ ചേർക്കണം. അപ്പോൾ എനിക്ക് പോകണം എന്ന് ഇംഗ്ലീഷിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞു, ഐ ഹാവ് ടു ഗോ. ഹിന്ദിയിൽ പറയാൻ മുझे जाना है, മുझे എനിക്ക് പോകണം, जाना है എനിക്ക് പഠിക്കണം, ഐ ഹാവ് ടു സ്റ്റഡി, മുझे പഠന है എനിക്ക് പഠിക്കണം. എനിക്ക് കളിക്കണം, ഐ ഹാവ് ടു പ്ലേ, മുझे ഖേൽന है. ഇനി വേണമായിരുന്നു, വേണ്ടതുണ്ടായിരുന്നു എന്ന് പറയാൻ ഹാവ് ടു അല്ലെങ്കിൽ ഹാസ് ടുവിന് പകരം ഹാഡ് ടു എന്ന് പറഞ്ഞാൽ മതി. വേണ്ടതുണ്ടായിരുന്നു, വേണമായിരുന്നു. എനിക്ക് പോകേണ്ടതുണ്ടായിരുന്നു, ഐ ഹാഡ് ടു ഗോ, ഹി ഹാഡ് ടു ഗോ. അവന് പോകേണ്ടതുണ്ടായിരുന്നു. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പ്രസന്റ് ടെൻസിൽ ഐ വി യു ബഹുവചനത്തോട് ഹാവ് ചേർക്കണം, ഏകവചനത്തോട് ഹാസ് ചേർക്കണമെന്ന് പറഞ്ഞു. എന്നാൽ പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ ഹാഡ് ടു വേണ്ടി വന്നു, വേണ്ടതുണ്ട്, വേണമായിരുന്നു എന്ന് പറയാൻ ഏത് സബ്ജക്റ്റ് ആണെങ്കിലും ഹാഡ് ടു മാത്രം ഉപയോഗിച്ചാൽ മതി. ഐ ആയാലും ഹി ആയാലും ഷീ ആയാലും ഹാഡ് ടു എന്ന് പറഞ്ഞാൽ മതിയാകും. അപ്പോൾ വേണം അല്ലെങ്കിൽ വേണ്ടതുണ്ട് എന്ന് ഇംഗ്ലീഷിൽ പറയാൻ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.